ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാനും മോളുമായിട്ടേ ഒരു ഔട്ടിങ്ങിന് പോവുകയാണേ. അവിടെ പോകുന്ന വഴിക്കുള്ളതൊക്കെ കാണിച്ചു തരാം. മോളെ കൂടെ കാണിച്ചു. ഇപ്പം ബസ് വരും. എന്നിട്ട് ഞങ്ങളിനി പോകുന്ന സ്ഥലമൊക്കെ അതൊക്കെ സസ്പെൻസാണ്. അവിടെ ചെല്ലുമ്പോൾ കാണാം. ഓക്കെ. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവല്ലത്താണ്. പരശുരാമ ക്ഷേത്രമാണിത്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ബലിയിടാൻ വരും. ഇത് തിരുവനന്തപുരം മ്യൂസിയമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ ചെല്ലുമ്പോഴത്തേന് ഞങ്ങൾ എത്തുന്ന സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ കുറച്ച് നടന്ന്, മോളെ വല്ലപ്പോഴൊക്കെയല്ലേ കിട്ടുന്നത്, അപ്പം എനിക്കും ഒരു ഔട്ടിങ് ആവും എന്ന് വിചാരിച്ച് ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയി. നടന്ന് തളർന്നു. അരിവട്ടിയിൽ വലിയ കുട്ടകളും ഉണ്ടാക്കും മക്കളെ, കേട്ടോ. ഇത് തിരുവനന്തപുരം സൂ ആണ്. ഇനി കാണാൻ പോകുന്നത് തിരുവനന്തപുരം സൂ ആണ്. അതിനകത്തോട്ടുള്ള കാഴ്ചകളാണ്. ഓക്കെ. കാട്ടുപോത്ത്. അത് തിരിഞ്ഞു പോയി. ഹലോ. ചോറിന്ന് നോളാം. ഇത് മൂങ്ങയാണേ. എൻ്റെ തല 360 ഡിഗ്രി തിരിക്കാൻ പറ്റും. കഴുകൻ. ഇത് ഹിമാലയൻ കഴുകനാണ്. അതിപ്പം പറക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നതല്ല. കുറേ നേരം കൊണ്ട് അതങ്ങനെ നിൽക്കുകയാണ്. ആ മരത്തിലോട്ട് നോക്കിക്കേ. ആ കുക്ക് അവിടെ അതിനകത്ത് നിറച്ച് കൂട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, അല്ലേ? ആ പെലിക്കണേ ആ വെള്ളത്തിൽ കളിക്കുന്ന നീന്തി കളിക്കുന്ന എന്ത് ഭംഗിയുണ്ട് കാണാനായിട്ട്. അടിപൊളിയായിട്ടുണ്ട്.
എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. സൂവിൽ ഞാൻ പോയപ്പം കണ്ടതിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടപ്പെട്ടത്. നല്ല അടിപൊളി. ആ ഒരാൾ വന്നിട്ടുണ്ട്. അടിപൊളി. വലിയതല്ലേ ഇത്? ഇത് എലിക്കൺ തന്നെയാണ്, വേറെ ഏതോ ഒരു രീതിയിലുള്ളത്. ഒരുപാട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്ത് വലിപ്പം ഇല്ലേ മക്കളെ അതിന്? ഇതെങ്ങനെ പറക്കുന്നു ഈ ശരീരഭാരം വെച്ചല്ല? ഹലോ നോക്കുവാണ്. ഹലോ അപ്പൂപ്പാ. മമ്മി ഞാൻ സ്റ്റോപ്പ്. കണ്ടോ, അതിന് തീറ്റ ഇട്ട് കൊടുത്ത സമയത്താണെന്ന് തോന്നുന്നുണ്ടോ നമ്മൾ എത്തിയേക്കുന്നത്. മീനെ കഴിക്കുന്നത് നോക്കിക്കേ, എന്താ ഭംഗി. ചിലതൊക്കെ ജീവനുള്ള മീനുകളും ഉണ്ട് മക്കളെ അതിനകത്ത്. ബ്ലാക്ക് എന്താ നമ്മളെന്ത് ബ്ലാക്ക് പെലിക്കണം എന്തോ നമ്മൾ കണ്ട രണ്ട് ഇത് വായിടാ മുട്ടേ. ഇതിപ്പോ പിടിച്ച മീനാ, കിടക്കുന്ന മീൻ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ടേ, കാണണേ.